ബ്രീഡിങ്ങിനെ കുറിച്ച് നമ്മൾ പൊതുവെ കേൾക്കാറുള്ളത് പോലെ ക്യാറ്റ് ബ്രീഡിങ്ങിനെ കുറിച്ച് നമ്മൾ അങ്ങനെ കേൾക്കാറില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പൂച്ചയുടെ പോപ്പുലേഷൻ ഡോഗ്സിൻ്റെ പോപ്പുലേഷനോട് ഒത്ത് തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും കൂടെ നമ്മൾ ക്യാറ്റ് ബ്രീഡിങ്ങിനെ കുറിച്ച് അധികം കേൾക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആണ് അവരുടെ പ്രജനന രീതി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് മിസ്സാവുക അല്ലെങ്കിൽ കറക്റ്റ് ഡേറ്റ് വിട്ടുപോവുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമല്ല പൂച്ചകളുടെ ബ്രീഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയനാണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. പൂച്ചകൾ ആദ്യം ഹീറ്റ് കാണിക്കുക എന്ന് പറഞ്ഞത് 6 മാസം മുതലാണ്. ഇതും ഒരു ആവറേജ് കണക്കാണ്. 4 മാസം മുതൽ 10 മാസം വരെ ഇതിന് വേരിയേഷൻ ഉണ്ടാവുക. പക്ഷെ ഏകദേശം 1 വയസ്സായതിനു ശേഷം മാത്രം ബ്രീഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പൂച്ചകളുടെ കാര്യത്തിൽ പ്രായത്തിനെക്കാട്ടും കൂടുതലായിട്ട് വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ പറയാറ്. അതായത് ഏകദേശം 2.3 മുതൽ 2.8 കിലോ ഒക്കെ ആകുമ്പോഴാണ് പൂച്ച ആദ്യം ഹീറ്റ് കാണിക്കാൻ തുടങ്ങുക. ഒരു 3 കിലോ ആയതിനു ശേഷം മാത്രം ബ്രീഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഡോഗ്സിലും കാറ്റ്സിലും ഈസ്റ്റർ സൈക്കിൾ ആയിട്ട് കൂടി എന്തുകൊണ്ടാണ് പ്രജനന രീതി കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് 6 മാസം കൂടുമ്പോഴല്ല ഹീറ്റ് ആവുന്നത് എന്നുള്ളത് ഒരു കാരണമാണ്. അതായത് പൂച്ചകൾ ഹീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 7 മുതൽ 10 ദിവസം വരെയാണ് ഈ ഹീറ്റ് പീരീഡ് ഉണ്ടാവുക. ആ സമയത്ത് ബ്രീഡ് ചെയ്തിട്ടില്ലെങ്കിൽ 2 മുതൽ 2 ആഴ്ച ഗ്യാപ്പിൽ അടുത്ത ഹീറ്റ് സൈക്കിൾ വീണ്ടും ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ഹീറ്റ് സൈക്കിൾ മിസ് ചെയ്താലും നായകളുടെ പോലെ 6 മാസം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഹീറ്റ് സൈൻസ് പൂച്ചകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നായകളെ പോലെ ബ്ലീഡിംഗ് ഒന്നും പൂച്ചകളിൽ അങ്ങനെ കണ്ടുവരാറില്ല. എന്തെങ്കിലും ചെറിയ ഡിസ്ചാർജസ് ഉണ്ടായി അത്രയേ ഉള്ളൂ. പ്രധാനമായിട്ടും ഹീറ്റായി എന്ന് നമ്മൾ അറിയുന്നത് അവരെ കരച്ചിൽ കാരണമാണ്. ഭയങ്കര ഒച്ചയിൽ ഭയങ്കര ഫ്രീക്വൻസിയിൽ ഉള്ള ആ കരച്ചിൽ കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഈ കരച്ചിലിനെ ക്യാച്ചർ വോളിംഗ് എന്നാണ് പറയുക. ഇത് ശരിക്കും പറയാച്ചാൽ മെയിൽ ക്യാറ്റ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ കരയുന്നത്. ഇത് മാത്രമല്ല, പുറത്തേക്ക് ആക്സസ് ഉള്ള ഭാഗങ്ങളിൽ, അതായത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചകളാണെന്ന് വെച്ചാൽ അവർ പുറത്തേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പുറത്തേക്ക് ആക്സസ് ഉള്ള ഭാഗങ്ങളിൽ, അതായത് ഇപ്പോൾ വാതിലിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ജനലുകളുടെ സൈഡിലൊക്കെ ഇവർ യൂറിനേറ്റ് ചെയ്ത് മെയിൽസിനെ അട്രാക്ട് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള പൂച്ച പുറത്തേക്ക് പോകാൻ മാത്രമല്ല പുറത്തുനിന്നുള്ള മെയിൽസ് അകത്തേക്ക് വരാനുള്ള സാധ്യതയും ഈ സമയത്ത് വളരെ കൂടുതലാണ്. അടുത്തൊരു സൈൻ എന്ന് പറയുന്നത് ബെല്ലി റോളിങ് അല്ലെങ്കിൽ ബാക്ക് റോളിങ് എന്നുള്ളതാണ്. അതായത് നിലത്ത് കിടന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക. പിന്നെ നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹം കാണിക്കുക, ഫർണിച്ചേഴ്സിലും അല്ലെങ്കിൽ സ്ക്രാച്ചിങ് ബോർഡ്സിലൊക്കെ വെറുതെ പോയി തലയുരയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള സൈൻസ് നമുക്ക് ഈ സമയത്ത് കാണാം. പിന്നെ കൂടെ മറ്റ് പെൺപൂച്ചകൾ ഉണ്ട് വെച്ചാൽ അവരായിട്ട് കൂടുതൽ ഇവർ അഗ്രസീവായി തല്ലുകൂടാനുള്ള സാധ്യതയും നമുക്ക് ഈ സമയത്ത് കാണാം. പക്ഷേ ഒരു ടിപ്പിക്കൽ ഹീറ്റ് സൈൻ ആയിട്ട് നമ്മൾ പറയുന്നത് നിലത്ത് അമർന്ന് കിടന്നതിന് ശേഷം പിൻകാലുകൾ മാത്രം പൊക്കി വാലൊരു സൈഡിലേക്ക് നീക്കുന്നതിനെയാണ്. ഇവരുടെ പ്രജനന രീതിക്ക് എഫിഷ്യൻസി കൂട്ടാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇവർ ഇൻഡ്യൂസ്ഡ് ഓവുലേറ്റേഴ്സ് ആണ് എന്നുള്ളതാണ്. അതായത് ഇവർ ബ്രീഡ് ചെയ്താൽ മാത്രമേ ഓവുലേഷൻ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഏജ്ഡ് സ്പേമായി പോവുക അല്ലെങ്കിൽ ഏജ്ഡ് ഓവമായി പോവുക എന്നുള്ളൊരു കണ്ടീഷൻ ഇവരിൽ കാണില്ല. നമ്മൾ ശരിക്കും ഡോഗ്സിൻ്റെ കാര്യത്തിൽ ഈ ബ്രീഡിംഗ് ഡേറ്റ് കൃത്യമാവണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ബ്രീഡിംഗ് ഓവുലേഷൻ കഴിയുന്നതിന് ശേഷമാണെങ്കിൽ ഈ ഓവം ഏജ്ഡ് ആയി പോയി ഒന്നെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാണ്ടെയോ അല്ലെങ്കിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയാനോ സാധ്യതയുള്ളതുകൊണ്ടാണ്. പക്ഷെ ബ്രീഡിങ് കഴിയുന്നതിന് ശേഷം മാത്രമേ പൂച്ചകളുടെ ഓവുലേഷൻ എന്തായാലും നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കാര്യം ഇവിടെ സംഭവിക്കില്ല. അതായത് ബ്രീഡിങ്ങിനുള്ള ടൈം ഇവർക്ക് ഹീറ്റ് സമയത്ത് കഴിഞ്ഞു പോവില്ല എന്നർത്ഥം. എപ്പോഴും നമ്മൾ ബ്രീഡിങ്ങിനെ കൊണ്ടുവരുന്ന മെയിലിനെ അല്ല നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരുമിച്ചിടുന്നതാണ് നല്ലത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ബ്രീഡിങ് ഇവർക്ക് ഓവുലേഷന് വേണ്ടി ആവശ്യം വരും എന്നുള്ളതാണ്. ഇനി ബ്രീഡിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ പെൺപൂച്ച നിലത്ത് കിടന്ന് ഉരുളാനും അതുപോലെ തന്നെ കരയാനുള്ള നല്ല സാധ്യതയുണ്ട്. ഒരു സക്സസ്ഫുൾ ബ്രീഡിങ്ങിൻ്റെ ഒരു പ്രധാന സൈനാണത്. ഇനി ബ്രീഡിങ്ങിന് ശേഷം ഏകദേശം 20 മുതൽ 30 മണിക്കൂറിന് ശേഷമാണ് ഓവുലേഷൻ സംഭവിക്കുക. അതോടുകൂടിയിട്ട് തന്നെ ആ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഹീറ്റ് സൈൻസും മാറിക്കോളും. സോ ക്യാറ്റ് ബ്രീഡിങ്ങിനെ കുറിച്ച് ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.